നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, പണ്ടൊരാൾ കോടതിയിൽ വെച്ച് പറഞ്ഞ്, അപ്പോൾ ഞാൻ അവനെ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു, അതുകൊണ്ട് ഞാൻ മുൻകൂർ തല്ലിയെന്ന്. അതിൽ അപ്പോൾ ഞാൻ അവനെ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു, അവിടെ മുൻകൂർ തല്ലിയെന്ന് പറയും. അതുപോലെ ഇവിടെ ഇടത് വലത് മുന്നണികൾ ബി ജെ പി ആയിട്ട് ധാരണ എത്തുന്നതിൽ മത്സരിക്കുകയാണ്. ഒരു പാർട്ടി, ഒരു കോൺഗ്രസ് പറയും ബി ജെ പി കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്. ഇതൊന്നും ഈ രണ്ട് മുന്നണികളും, രണ്ട് പ്രസ്ഥാനങ്ങളും ബി ജെ പി ആയിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആത്മാർത്ഥമായിട്ടും പിന്നെ അടവ് നയത്തിൽ കൂടിയൊക്കെ സഹകരിക്കുന്നത്. ചില ഇലക്ഷനിൽ നടക്കുമ്പോൾ, ഇത് ബൈ ഇലക്ഷൻ അല്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ്, മറ്റേ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലുള്ള തെരഞ്ഞെടുപ്പൊക്കെ കരുതി കൂട്ടി കോൺഗ്രസ് മെമ്പർമാർ ബി ജെ പിക്ക് അനുകൂലം നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് അനുകൂലം നിൽക്കുന്നു. ഇത് രണ്ടു കൂട്ടം പറയും അവിടെ ബി ജെ പി എടുത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ്. എന്തിനാ ജനങ്ങളെ നിങ്ങൾ ഇത് കോൺഗ്രസ് അറിയാത്ത, അല്ലെങ്കിൽ യു ഡി എഫ് അറിയാത്ത, മുസ്ലിം ലീഗ് അറിയാത്തൊരു കാര്യം പറയാം. ഞാൻ ഈ 4 കോൺഗ്രസ് അല്ല, അത് മനസ്സിലാക്കണം. ഞങ്ങൾ ഗ്രൂപ്പും അതില്ല, അതൊക്കെ ശക്തമാണ്. ഏതാനും വർഷം മുമ്പ് എം എന്ന് പറഞ്ഞ സന്യാസിയില്ലേ, മുഹമ്മദ് എന്ന് പറഞ്ഞ സന്യാസി, അദ്ദേഹം ഹിമാലയത്തിൽ പോയി ഹിമാലയ സാനുക്കളിൽ ഇരുന്ന് ഭജന അല്ലെങ്കിൽ എന്താണ് ഇതിരുന്ന് സന്യാസി പട്ട സ്വീകരിച്ചു വന്ന് അദ്ദേഹവും പിണറായിയും കൂടി മസ്കറ്റ് ഒളിച്ച് അടിച്ച മുറിയിൽ, അവിടെ പത്രക്കാർ കണക്ക് പുറത്ത് വന്നാണ്, അടിച്ച മുറിയിൽ സംസാരിച്ച് 1-2 മണിക്കൂറുകളോളം. അതിന് ശേഷമുള്ള ഒരു 3 ഏക്കർ സ്ഥലം മറ്റോ RSSനോ കൊടുത്തൊക്കെ. അന്ന് ആ ചർച്ചയിൽ, രഹസ്യമായ ചർച്ചയിൽ പിണറായി വിജയൻ്റെ വളരെ അടുത്ത പാർട്ടികളും എമ്മും എമ്മിനെ വളരെ അടുത്ത്, വേറെ അന്യരും ആരും ഉണ്ടായില്ല, പത്രക്കാരൊന്നും ഉണ്ടായില്ല. നിങ്ങൾ യു ഡി എഫ്, കോൺഗ്രസ്, ലീഗ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ മാത്രം വലിപ്പം ഇരിക്കില്ല, പക്ഷേ എൻ്റെ ഗ്രൂപ്പ് അതിന് ശക്തമാണ് എല്ലാ നിലക്കും. ഏതാണ്ട് ഒരു 30-32% വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ 2-3% വോട്ട് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഏതാണ്ട് 10-30% യു ഡി എഫിനും കിട്ടാറുണ്ട് വോട്ട്. സീറ്റുകളല്ല, വോട്ടിനാണത്. ഏതാണ്ട് ഒരു 18-19 ലെസ് ദാൻ 20% വോട്ട് ബി ജെ പിയും കിട്ടുന്നുണ്ട്. അപ്പം ബി ജെ പി കിട്ടുന്ന 20% വോട്ടിൽ നിന്ന് സി പി എം ആയിട്ട് ധാരണ എത്തിയാൽ ഒരു വോട്ട് പോലും പുറത്തു പോകില്ല. സി പി എം ധാരണ ആയാലും സംഘ് ഒരു വോട്ടും പുറത്തു പോകില്ല, അത് തന്നെ നിൽക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള വോട്ട് എന്ന് പറയുന്നത് ഒരു 10% മുസ്ലിങ്ങളുടെ വോട്ടാണ്. അത് 10 എങ്ങനെയാണ്? മുസ്ലിങ്ങളിൽ 10%, മുസ്ലിങ്ങളിൽ 10%, അല്ലാതെ ആകെയുള്ള വോട്ടർമാർ 10% അല്ല. ആകെയുള്ള വോട്ടർമാർ മുസ്ലിങ്ങൾ അവർക്ക് 1/3 വരുള്ളൂ. അപ്പോൾ തന്നെ 30% ഉള്ളൂ. അതിൽ 10% അല്ല. അത് വെച്ച് നോക്കുമ്പോഴും വളരെ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി നിരീശ്വരവാദികളും മുസ്ലിം നാമധാരികളും എന്ത് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടൂല. അപ്പോൾ കാര്യമായി ക്ഷീണം പറ്റൂല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ആ ഒരു ധാരണയിലാണ് അമിത്ഷായും മോഡിജിയും പിണറായി ജിയും മറ്റെല്ലാ ജിമാരും തമ്മിൽ കളിക്കുന്ന ഇത്ര വിശ്വാസവും ധൈര്യവും. അതിൽ ഇടറിപ്പോയാൽ കോൺഗ്രസ് ക്ഷീണം പറ്റും. സതീശൻ പറയുന്നുണ്ട് 110, 120, 130. പിണറായി പറയുന്നത് 110, 120, 130. ഇതൊന്നും അല്ല സത്യം. സത്യം മറ്റൊരു കിടക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ബി ജെ പി ആ കൾച്ചറിൽ, സംഘപരിവാർ കൾച്ചറിനെയാണ് ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എതിർക്കേണ്ടത്. പക്ഷെ ഇപ്പൊ കുറേ നാളായിട്ട്, പ്രത്യേകിച്ച് 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ സംഘപരിവാറിനെ ആശയിച്ചോ ആദർശിച്ചോ ഒരു എതിർപ്പില്ലെന്ന് മാത്രമല്ല, അവർക്ക് പരമാവധി സംഘപരിവാറാണ് ഇന്ന് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞത്. വലിയ സംശയമുണ്ടോ? സുപ്രീം കോടതി പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു എന്താണ്? 100 പള്ളി ഉണ്ടെന്ന് ചോദിച്ചു, 101ാമത്തെ പള്ളി അർഹത ആവശ്യമാണെങ്കിൽ കൊടുക്കുകയും തെറ്റെന്താന്ന് സുപ്രീം കോടതി ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതി പറയുന്നത് കളക്ടർ റിപ്പോർട്ട് അനുസരിച്ചില്ല, അത് വെറുതെ ഹൈക്കോടതി പറയില്ല. ആ മലപ്പുറം കളക്ടർ വയനാട് ഒരു മുസ്ലിം പള്ളി സ്ഥാപിച്ചിട്ട് 10-36 പള്ളി എന്ന് പറഞ്ഞാൽ കൊടുത്തില്ല. കളക്ടർ ആരുടെയാണ്? കളക്ടർ പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ കളക്ടർ, സ്റ്റേറ്റ് ഗവൺമെന്റാണ് കളക്ടർ. അപ്പോൾ പിണറായിയുടെ ഗ്രൂപ്പിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും താല്പര്യമില്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമോ? അവരറിയാം റിപ്പോർട്ട് കളക്ടർ കൊടുക്കുമോ? കൊടുത്താൽ കളക്ടറോട് ഇരിക്കുമോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വളരെയധികം ആഴത്തിൽ ഊന്നിയ ഒരു
ശൈലിയുണ്ട്. ആ ശൈലിയിലേക്ക് നിങ്ങൾ അകലൊന്നും പോകണ്ട, ആസാമിലേക്ക് തിരിഞ്ഞാൽ മതി. ആസാമിലേക്ക് മുസ്ലിം സഹോദരങ്ങളെ, മുസ്ലിം സുഹൃത്തുക്കളെ, ഇവിടെ മറ്റുള്ള ഹിന്ദു സമുദായത്തെ കുറേ പേര് സംഘപരിവാർ വർഗീയതയുടെ പേക്കൂത്താണ്. അത് 25,000 പേരോ 15,000 പേറ്റോട്ട് ഇറാഖിൽ മരിച്ചു. ഏട്ടെന്താ മിണ്ടാത്തത് ചോദിക്കാണ്ട്. ഗസയിൽ കൊന്നിട്ട് മിണ്ടി എന്താ ഒരു പിടി അതൊക്കെ സംഘപരിവാറിൻ്റെ ടീമാണത്. ഞാൻ ഒരു കാര്യം പറയാം, ആസാമിൽ 40% മുസ്ലിങ്ങളാണ്, 60% ഹിന്ദുക്കളാണ്. ക്രിസ്ത്യൻസും അവിടെ ഇല്ല, വളരെ കുറച്ച്, 4% പോലും ഇല്ലെന്ന്. എന്നിട്ട് കഴിഞ്ഞ കുറേ 10 വർഷമായിട്ട് അവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരു അവസരവും ചാൻസും ഇല്ല. BJP ഒറ്റക്ക് ഭരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നെറിവേട് എന്ന് പറയുമ്പോൾ കഴിവേടുമുണ്ട് നെറിവേടുണ്ട്, ഒറ്റക്ക് ഭരിക്കുകയാണ്. എന്താണ് ഈ നെറിവേടും കഴിവേടും പറയുന്നത്? അതായത് 40% മുസ്ലിങ്ങളുള്ള ആസാമിൽ ഒരു മുസ്ലിം നേതാവ്, അയാൾ 12,000 കോടി സ്വത്തുള്ള ഈ അത്ര പെർഫ്യൂം ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി 1-2 വർഷം മത്സരിച്ച് 10-15 സീറ്റ് അസംബ്ലിയിലേക്കും 4-5 സീറ്റായിട്ട് 3-4 സീറ്റായിട്ട് പാർലമെന്റിലും കിട്ടി. ആ പാർട്ടിയുടെ നേതാവ് ആസാമിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് നമുക്ക് ധാരണ എത്താൻ സഖ്യമാകാമെന്ന് പറഞ്ഞ് ചെന്ന് സംസാരിച്ചു. അന്ന് ആ കോൺഗ്രസ് നേതാവ്, സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആള്, അയ്യോ അത് പറ്റൂല, നിങ്ങൾ 40%, ഞങ്ങൾ 60% ഹിന്ദുക്കൾ, അവിടെ 40% കൂട്ടുകൂടി 60% എതിരാവും, ഞങ്ങൾക്ക് ഭരണം പോകുമെന്ന് പറഞ്ഞ് കൂട്ടുകൂടിയില്ല. ഞാൻ വീണ്ടും അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല, അനുഭവമില്ല. പക്ഷെ അനുഭവം ഗുരു, ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. അങ്ങനെ വരുമ്പോൾ അതാണ് ഞാൻ ഈ അന്തോണിയായിട്ട് വഴക്കുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പിണങ്ങുന്നത്. ഈ അന്തോണിക്ക് അറിയാമല്ലോ, അന്തോണി 40 വർഷക്കാലം പിന്നെ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ഇരുന്ന് ഭരണം നടത്തിയല്ലേ, പ്രതിപക്ഷമൊക്കെ ആയിട്ട്. അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലേ അസാമിലെ കോൺഗ്രസ് നേതാവിനോട്, ഞങ്ങൾ കേരളത്തിൽ മുസ്ലിം എന്ന നാമത്തിൽ തന്നെ ആകെയുള്ള ഭരണത്തിൽ 67% ഞങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ഭരണത്തിലിട്ടായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സഖ്യമാക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആസാം ഭരിക്കുന്ന ആരാണ്? ആസാം കോൺഗ്രസ് ഭരിക്കും. തന്നെയുമല്ല, വേറൊരു കിംവദന്തിയാണ്, നമുക്ക് വ്യക്തമല്ല. ആസാമിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധി കാണാൻ ചെന്നപ്പോൾ രാഹുൽ ഗാന്ധി പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ബിസ്ക്കറ്റ് ഇയാൾക്ക് നീട്ടിയെന്ന് പറഞ്ഞാൽ, ശരിയോ തെറ്റോ അറിയില്ല, പറഞ്ഞു കേൾക്കാന്ന്. അങ്ങനെ പെടുങ്ങിയാണ് ഇയാൾ പോയി BJP പോയത്. ആരാണ് കാരണം? ഒരാള്, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി പോലെ വലിയൊരാള് കാണാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്വീകരണ രീതിയും വളരെ ശ്രദ്ധിക്കണ്ടേ. രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് ഒരുപടി സീനിയർ നേതാവാണ് ഈ പറഞ്ഞ ആള്. രാഹുൽ ഗാന്ധി ഒരു മന്ത്രി പോലും ആയിട്ടില്ല. പണ്ടൊക്കെ ഒരു IAC പ്രസിഡന്റ് ആയത് മാത്രം യോഗ്യത, വേറെ എന്താ ഉള്ളത്? ഒരു മന്ത്രി ആയിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? ഒരു വാർഡ് മെമ്പർ ആയിട്ടുണ്ടോ? ഒരു കൗൺസിലർ ആയിട്ടോ? ഒന്നും ആയിട്ടില്ല. സോണിയാഗാന്ധി ഒന്നും ആയിട്ടില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് പിന്നെ MP ആയിട്ടുണ്ട്, അത് ഇല്ലെന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ചെയ്തില്ല. അതിൻ്റെ പേരും കൂടിയാണ് ആസാമിൽ BJP വന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും നമ്മൾ നാളികേരം ചോദിച്ച് കാണും, കടുക് ചോദിച്ച് കാണൂല, കടുക് ചോദിച്ച് കാണും, നാളികേരം ചോദിച്ച് കാണൂല എന്നൊരു പഴഞ്ഞിലുമില്ലേ. ഇതൊന്നും കാണാതെ പോകുന്ന കോൺഗ്രസ് നേതാക്കൾ. അങ്ങനെ ആസം കളഞ്ഞു, UP കളഞ്ഞു, പഞ്ചാബ് കളഞ്ഞു. ഏത് കളയാത്തത്? എന്താ നമ്മുടെ കോൺഗ്രസ് നേതൃത്വം പറ്റിയത്? ഇന്ത്യയെ ഭാവിയുടെ വാഗ്ദാനമായി നിലനിർത്തേണ്ട, വളർത്തേണ്ട ഒരു ദേശീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ കേരളത്തിൽ പോലും ഇങ്ങനെ എന്നാൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടൊന്നുമില്ല. ക്ലോക്കിലും പെൻഡിലും പോലെ ആടുന്നത്. ഭരണം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. അതിലേതാ ഒരു ക്ഷീണം കോൺഗ്രസ് പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല, സതീഷിനുമില്ല, ആർക്കുമില്ല. ഇന്നലെ രമേശ് പറഞ്ഞില്ലേ, വെള്ളപ്പള്ളി നടേശൻ കുഴപ്പക്കാരൊന്നുമില്ല, വർഗീയവാദിയൊന്നും അല്ല എന്ന് പറഞ്ഞായിട്ട് വരുന്നുണ്ട്. ഇന്ന് എന്നും വെള്ളപ്പള്ളി ഇന്ന് സതീശൻ BJPയിലേക്ക് പോകാൻ പോകുന്നു, ശശി തരൂർ പോകുന്നു, വേണുഗോപാലും പോകുന്നു, എല്ലാവരും പോകുന്നു പറഞ്ഞത്. ഇപ്പോൾ പിന്നെ ഷാനിമോൾ ഉസ്മാൻ പോകുന്നു. ഇതൊക്കെ ഈ വെടുക്കാക്കി തനിക്കാക്കുന്ന രീതിയാണ്. ഇത് ഷാനിമോൾ ഉസ്മാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും യാതൊരു സത്യമില്ലാതെ. എന്തുമാകട്ടെ, കോൺഗ്രസ് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെങ്കിലും ഒന്നും കാണാതെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിലെ മിടുക്കന്മാരില്ലേ, അവരൊക്കെ എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടാതെ പിണറായി വിജയൻ ഇത്രയും സംഘപരിവാർ അനുകൂലം നിൽക്കുമോ? കമ്മ്യൂണിസ്റ്റ് CPM നിൽക്കുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമോ? അവരെത്ര മോശമാണോ? അവർക്ക് ചില ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. വോട്ടിലെ വ്യത്യാസം,
വോട്ട് പല വോട്ടും UDF കിട്ടേണ്ട പല വോട്ടും ഇല്ല, ലിസ്റ്റില്ല. അങ്ങനെ ഒരുപടി വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ അത്ഭുതപ്പെടാനില്ലെന്നേ അത് നിങ്ങൾ മനസ്സിലാക്കണം. 2 ടേം കളഞ്ഞ് 3-ാം ടേം ഉറപ്പൊന്നും ഇല്ലെന്ന് പറഞ്ഞു വരുന്നത്. കോൺഗ്രസ് ചില മണ്ഡല കമ്മിറ്റികൾ അങ്ങനെ തന്നെ BJPക്ക് പോണ്. അത് വെറുതെ പറയാൻ പറ്റുമോ? രേഖാമൂല്യം പറയുന്നത് കോൺഗ്രസ് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പലരും BJPയിലേക്ക് പോവാണ്. കാരണം അതെന്നെ അറിയണമെങ്കിൽ ഞാൻ ഈ കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കും. ഓർമ്മയാണ് UDFയിൽ നിൽക്കുന്നത് ഒരു മുന്നണിപ്പെട്ട ചെറിയ പാർട്ടികളും അത് താല്പര്യമുള്ള ആളാണ് കേട്ടോ, വേറെ പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൂടെ ആൾ നിൽക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എടുത്തു, അത് വാർഡ് വിഭജനം. BJP ജയിക്കാൻ വേണ്ടി മാത്രം കുറേ എണ്ണം കുറച്ച് അവരുടെ കൂട്ടുകൂടൽ വാർഡ് വെട്ടിത്തിരുത്തി. ഈ വിഴിഞ്ഞതിന് 12,000 വോട്ടാണ്, മറ്റേ അപ്പുറത്തെ അവല് 6,000 5,000 ഉള്ളൂ. ഞാൻ നിങ്ങൾ ഇന്നലെ പറഞ്ഞു ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ വേണ്ടത്. അതൊക്കെ വായിച്ചു ഒരുപടി ആൾക്കാർ അതിനെക്കുറിച്ച് നമുക്ക് സപ്പോർട്ട് കമൻറ്റ് കഴിയുന്നുണ്ട്. അവർക്ക് അത്ഭുതം തോന്നിയൊക്കെ പറഞ്ഞത് ഇതിൽ വളരെ കറക്റ്റാണല്ലോ ഷാ നിങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ജയിച്ചെടുക്കാൻ സാധ്യതയുള്ള വാർഡ് വിഭജനം. ഞാൻ ഒരു കാര്യം, കൊച്ചിൻ കോർപ്പറേഷൻ, ഞാൻ ഒരു 19 വർഷമായിട്ട് കോർപ്പറേഷനിൽ അത് താമസിച്ചാണ്. ഈ ബാനർജി റോഡിന് ഏറ്റവും വലിയ മെയിൻ റോഡ്. ബാനർജി റോഡ് ഒരു വാർഡിന് കുറച്ച് ഭാഗം ബാനർജി റോഡ് അപ്പുറത്ത് കുറച്ചോ ഇപ്പുറത്ത്. സാധാരണ വാർഡ് വിഭജനത്തിലേക്ക് നടത്തുമ്പോൾ ഹൈവേകൾ, വലിയ തോടുകൾ, പുഴകൾ, കടലുകൾ, ഇതൊക്കെയാണ് അതിർത്തി എടുക്കേണ്ടത്. ഇത് ബാനർജി റോഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു വാർഡിൻ്റെ ഒരു ഭാഗം, മറ്റൊരു ഭാഗത്ത് വേറെ ഉണ്ട്. എന്തൊരു അർത്ഥശൂന്യമായ അബദ്ധജടിലമായ രീതിയിലാണ് ഈ വാർഡ് വിവരം. ഓരോരുത്തർക്കും അവരുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് തിരിച്ചത്, യാതൊരു തത്വദീക്ഷയില്ലാതെ. ഇത് കാക്കയാണ് തിരഞ്ഞെടുത്ത് തൃക്കാക്കര പട്ടണത്തിൽ പറഞ്ഞ കാക്കയാണ്. ആ കാക്കരണ്ട് നിങ്ങൾ ഒരു ബ്ലൂ പ്രിന്റ് അതിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി എങ്ങനെയാണ് കിടക്കുന്നത്, എവിടെയൊക്കെ തിരിച്ചേണ്ടത്. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ചെയ്യണ്ടേ? കംപ്ലീറ്റ് ഭൂപടം എടുക്കുക. കോർപ്പറേഷൻ കംപ്ലീറ്റ് ഭൂപടം എടുക്കുക. അത് ബുദ്ധിയുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ നോക്കുക. ആയിട്ട് ഒരു കോണായിട്ട് വെച്ചിട്ട് ബന്ധപ്പെട്ട് പരമാവധി യോജിച്ചു പോകുന്ന സ്ഥലം കൊടുക്കണ്ടേ? ഇത് ബാനർജി റോഡ് തന്നെ ഏറ്റവും വലിയ ഹൈവേ ആണ് ബാനർജി റോഡ് എന്നുള്ളത്. ഇപ്പം ബൈപ്പാസ് നിമിഷം മാറിക്കലും ബാസിൽ മെയിൻ ഹൈവേ, ബോംബെ കൊച്ചിൻ ഹൈവേ ബാനർജി റോഡാണ്, ബോംബെ ഐലൻഡ് ഹൈവേ. ഇപ്പം ബൈപ്പാസ് വന്നുകൊണ്ട് മാറിക്കലും ആ ഹൈവേയുടെ അപ്പുറത്ത് കുറച്ച് ഭാഗം. ഇപ്പം ഞാൻ ഉദാഹരണം വെറുതെ ലിസി ഹോസ്പിറ്റൽ അപ്പുറത്ത് നിങ്ങൾ അറിയിട്ട് നിങ്ങളെ ഫ്ലെക്സ് ഈ പോസ്റ്റോട്ട് നോക്കിയാൽ മതി. അവിടെ ജയിച്ച കോൺഗ്രസിൻ്റെ പോസ്റ്റ് ഹൈവേയുടെ അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. എന്തൊരു അശാസ്ത്രീയമുണ്ട്. അങ്ങനെ അനുകൂലമായി തിരിച്ചു കൊടുത്ത് BJP അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റമുണ്ടെന്നാണ് ഞങ്ങളുടെ മുന്നണി, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ട് ചോദിക്കുന്നത്. അവരെല്ലാം ചോദിക്കുക, എന്നോട് പറയുന്നല്ലോ. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല, ഇത് UDFും LDFും തീരുമാനിച്ചു രഹസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ ഷാ എന്ന് എന്നോട് ചോദിക്കുന്നത്. അവർ കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. എന്ത് നീതിയാണ്? ജനാധിപത്യമാണെങ്കിൽ വിസ്തീർണവും ജനങ്ങളുടെ എണ്ണവും ഏതാണ്ട് തുല്യമായിക്കണം. 100% ആവൂല, ഒരു 80% തുല്യമായിക്കണമെന്നാണ്. അത് ഞാൻ പറഞ്ഞു കളത്. അതിനെക്കുറിച്ച് ഒരുപടി അഭിപ്രായമൊന്നും എതിരായിട്ടൊന്നും മാറ്റി വരുന്നില്ല. സാധാരണ ഒരു പരിപാടി നടത്തി എത്ര കമൻറ്റ് എതിരായിട്ട് വരുന്നത്. ഇത് എൻ്റെ ഒരു കാര്യത്തിൽ എതിര് വരുന്നത്. കാരണം നമ്മളിപ്പോൾ അത് സത്യമാണ്, ഫാക്റ്റാണെന്നേ. എതിർവരെ അവർക്ക് സാധിക്കുന്നില്ല. ശ്രമമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്നിട്ടും കോൺഗ്രസും ഇപ്പോഴും ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ്. ഇനി 90 ദിവസം, ഇനി 85 ദിവസം പറ്റുള്ളൂ ഇലക്ഷൻ. 85 ദിവസം എന്തെല്ലാം മാറ്റം ഉണ്ടാക്കാം. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് കൂലി വർദ്ധനവ് എത്രയാണ്? 61 10 ഇരട്ടിയ കുട്ടികൾ ജയിലിൽ കിടക്കുന്നവർ പണിയെടുപ്പിക്കുന്ന നല്ല കാര്യം, എന്തെങ്കിലും കൂടുതലും കൊടുക്കുക. അത് അവർ അവിടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാനാണ് ജയിലിൽ പോകുന്നത്, കുറ്റവാളിയായിട്ട് പോകുന്നത്. അവർക്ക് 10 ഇരട്ടി. അത് മറ്റുള്ള തൊഴിലാളികൾക്കൊക്കെ 30, 300, 200 ഒക്കെ. യാതൊരു ദീക്ഷ. അപ്പോൾ ഒരുപോലെ ജയിലിൽ പുള്ളി അതില്ലല്ലോ, മറ്റു ലക്ഷങ്ങളില്ലേ, അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും യാതൊരു തത്വദീക്ഷയില്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് മിഷൻ ചലിക്കുന്നത്. കുറ്റം ആരുടെയാണെങ്കിലും വളരെ മോശമായിട്ട് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഇത് ഒരു കാര്യം കൂടി പറയുന്നത് വളരെ വ്യക്തമായിട്ട് കാര്യമാണ്. വളരെ വ്യക്തമായിട്ട് ഈ വാർഡ് വിഭജനം
അല്ലെങ്കിൽ അവിടെ ബി ജെ പി അധികാരത്ത് വരുമോ? തന്നെയല്ല, ഞാൻ ആ മുരളീധരനെ പറഞ്ഞില്ല, മുരളീധരൻ കാര്യമൊക്കെ കൊള്ളാം, ഇപ്പോൾ കുഴപ്പമുള്ള ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് പോലും വീഴ്ച പറ്റി, മുസ്ലിം ലീഗിന് പോലും വീഴ്ച പറ്റിയെന്നാണ് ഒരു കൂടി പറയണത്. എത്ര വെച്ചിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. കാരണം UDF ആകെ 10 സീറ്റ് അവിടെ ഉള്ളത് നിലവിലുള്ളത്. ആ 10 സീറ്റ് നിലനിർത്തിക്കൊണ്ട് പിന്നെ ഒരു 41 സീറ്റ് പിടിക്കാന്നുള്ളത് അസാധ്യമാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്ത് ഈ സതീശനും അല്ലെങ്കിൽ ഒന്നും മിണ്ടത്തിനെ കുറിച്ച് മുരളീധരൻ്റെ ആ അഭിപ്രായത്തോടും ആ ബുദ്ധിയോടും ആ തിസീസിനോടും ആ പ്രമേയത്തോടൊക്കെ എന്താണ് സതീശൻ പോലും മിണ്ടാത്തത്? അപ്പോൾ സതീശനും ഉണ്ട്, BJP തന്നെ വന്നോട്ടെ. ഞാനിവിടെ നോക്കും, ഞാനിപ്പോൾ കൊച്ചിയിൽ നോക്കുന്നുള്ളൂ. സതീശൻ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ ശിവകുമാർ ഉണ്ടായത്, ശിവകുമാർ പല കോൺഗ്രസ് നേതാക്കളും കോർപ്പറേഷൻ വരുമ്പോൾ BJPക്ക്, അസംബ്ലി ഞങ്ങൾക്ക്, അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ഇവിടെ എറണാകുളത്ത് പോലും ഉണ്ട്. പക്ഷേ അവസാനം വന്നപ്പോൾ BJP പരമാവധി വോട്ട് പിടിച്ചോളില്ല, അസംബ്ലിയിലേക്ക് തോറ്റു ശിവകുമാർ. മനസ്സിലായില്ലേ? ആ അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും നടക്കൂലെന്നേ. പാർട്ടി തീരുമാനിച്ചാൽ ഒരു പാർട്ടി വോട്ട് കളയാതെ നോക്കും, അങ്ങനെ പുള്ളി തോറ്റുപോയത്. നിങ്ങൾ ദയവ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ അടവ് നയം തെറ്റൊക്കെ തെറ്റ് പറയില്ല, അടവ് നയത്തെ ആൾക്കാർ ചെയ്യാം. അതാണ് സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാക്കില്ലേ. കുറേ വർഷമായിട്ട് അസംബ്ലിയിലേക്ക് കോൺഗ്രസിനും പിന്നെ കോർപ്പറേഷനിലേക്ക് BJPക്ക് താരയിലെ കുറേ അധികം നേതാക്കൾ, അതിപ്പോൾ അങ്ങനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പകർത്താണ്. പണ്ട് കോൺഗ്രസ് ചെയ്ത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് അടുപ്പം കുറഞ്ഞു, അകലം കുറഞ്ഞു. എന്തൊരു വിരോധാഭാസം നോക്കുക, ആര് ചോദിക്കാൻ? ഇതിനിടയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതുപോലും അറിയണ്ടോ? അവർ പണിയെടുക്കുന്നത് ജീവിക്കുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ നിന്ന് നിർത്താതെ, മറ്റൊന്ന് അത് പ്രേംനസീറിൻ്റെ കുരിയാണ്. അദ്ദേഹത്തിൻ്റെ 37ാമത് ചരമവാർഷിക ദിനമാണ് നാളെ, ഇന്നല്ല നാളെ. അതിൽ ആ മനുഷ്യൻ ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് നല്ല വളർച്ചയോട് വന്നാണ്. കാത്തി വെക്കണ സമയമല്ലേ. പെട്ടെന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി PC അലക്സാണ്ടർ, ഈ ചെമ്മീൻ ചെറിയാൻ്റെ ചേട്ടൻ അബ്ദുൾ സഹോദരൻ, ഒന്നും മുടിച്ചൂടാൻ വന്ന അദ്ദേഹം പറന്നിറങ്ങി മനോരമയുടെ മാതൃഭൂമി പോലുള്ള പ്രധാന പത്രാധിപരില്ല ആ ഉടമസ്ഥരെ കണ്ട് കാര്യം പറഞ്ഞത്. ആസാം പിന്നെ ആന്ധ്ര പോയി, തമിഴ്നാട് പോയി, കർണാടക പോയി, ഇനി ആകെ ഉള്ളു കേരളം മാത്രമേ ഉള്ളൂ. അവിടെ ദൈവം ഞങ്ങൾ ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പ്രേംനസീറിൻ്റെ വാർത്ത ചരമ കൊടുത്ത് അങ്ങനെ നിരാശരായി നിന്ന് മാത്രമല്ല, അതിനിടയ്ക്ക് കരുണാകർജി ഒരു റെയ്ഡ് നടത്തി, ഇൻകം ടാക്സ് റെയ്ഡ്. ഇന്നത്തെ ED റെയ്ഡ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് മദ്രാസിലെ ഓഫീസിൽ, അങ്ങനെ എല്ലാം കൂടി പോയപ്പോൾ അവസാനം വെടുക്കാക്കി തിരക്കാക്കിയ പോലെ ഒരു കാര്യം കോൺഗ്രസ് വന്നു പറഞ്ഞ് കോൺഗ്രസ് വന്ന് 140 മണ്ഡലങ്ങളിൽ 130 മണ്ഡലങ്ങളിൽ ഈ മനുഷ്യനെ ഓടിച്ച് നാരങ്ങുള്ളും മധുരവും കൊടുത്ത് ഷുഗർ കൂടിയാണ് അങ്ങനെ പെട്ടെന്ന് ആ കാലത്തിൽ പോലും. എന്നിട്ടും പൊലിയാൻ വേറെ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ ഈ പറഞ്ഞാൽ നിൽക്കില്ല. 19 വർഷമായില്ലേ. എന്നിട്ട് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയണം, ഒരു ബെസ്റ്റ് പോലും പ്രേംനസീറിൻ്റെ പേരിൽ നിങ്ങൾക്ക് നടത്താൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തൊക്കെ പറഞ്ഞാലും എനിക്കെതിരെ അഡ്വക്കേറ്റ് AK അബ്ദുൽ വാഹിദ്, മുടിച്ചൂടാ മന്നൻ EMSന്റെ ഫ്ലാറ്റിൽ താമസിച്ച് പഠിച്ചാണ് വക്കീൽ LLB കിട്ടുവാണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി കോൺഗ്രസിൽ പോയിട്ട് അതേ പെട്ടെന്ന് മരിക്കുകയും ചെയ്ത്. ഒരു ബെസ്റ്റ് പോലും വാഹിദിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടില്ല. ആ മാധവമുടായുടെ പേരിൽ ഞങ്ങൾ കൂടി ഒരു ബെസ്റ്റ് ഓഫ് ഉണ്ടാക്കിയിട്ടുണ്ട്, വാഹിദ് അതുപോലും ഉണ്ടാക്കിയില്ല. കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് കുറച്ച് കൂടി ശ്രദ്ധിക്കണ്ടേ? ഞാൻ പറയുന്ന ആലുവ UJ തര്യൻ പണ്ട് കണ്ട് ആലുവ മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്നുള്ളൂ, അതിന് പേരിൽ മുനിസിപ്പൽ ഓഫീസ് തന്നെ ചെയർമാൻ മെമ്മോറിയലാക്കി. അത് 100% തെറ്റാണ്. കാരണം അറിയോ, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നാളെ EMS മെമ്മോറിയൽ സെക്രട്ടറി എന്ന് വെച്ചാൽ എന്ത് നീതിയാണ്? പക്ഷെ അവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നും വേണ്ടിയില്ല, ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ജാതി വരും. കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനി സമ്മതിക്കും, കോൺഗ്രസ് ക്രിസ്ത്യാനി സമ്മതിക്കും, ആ പോട്ടെ അവൻ്റെ പേര് നമ്മുടെ കേട്. അതൊന്നും അല്ല, അതൊക്കെ ഒരു നെറികെട്ട രീതിയാണത്, നല്ല രീതിയല്ല അത്. ഇതൊന്നും ഏതെങ്കിലും കോൺഗ്രസ് പറയൂ? പറയില്ല, ഇടയിൽ അത് മിണ്ടില്ല. അവരെ എങ്ങനെയെങ്കിലും ഈ നേതാക്കളുടെ ഓച്ചാനിച്ചെന്ന് ആനുകൂല്യം കിട്ടി MLA MP ആകാനാണ്. ഇന്ന് നീതിയും സത്യമല്ല. നേതാക്കളുടെ മുൻപിൽ എത്ര കണ്ട് വിധേയത്വം കാണിക്കാമോ അത്ര വിധേയത്വം കാണിച്ച് ആനുകൂല്യം പറ്റുന്ന രീതിയായിപ്പോയി. മൊത്തത്തിൽ എല്ലാ പാർട്ടിയിലും, കമ്മ്യൂണിസ്റ്റിലും കോൺഗ്രസിലും BJPയിലും എല്ലാം വിധേയത്വമാണ്, കഴിവല്ല. അങ്ങനെ കാണിക്കാൻ പറ്റില്ലെങ്കിൽ അവന് സമ്മതിക്കില്ല. അങ്ങനെ നസീർ ഒരു മറ്റേ
സത്യൻ മരിച്ച എത്ര വർഷമായി? സത്യൻ്റെ പേരിൽ ഇപ്പോഴും ട്രിവാൻഡ്രത്തൊരു ഹാളുണ്ട്. ഞങ്ങൾ പല മീറ്റുകളും കൂടിയുണ്ട്. നസീറിന് വേണ്ടി ഈ നസീറിൻ്റെ പണം വാങ്ങിച്ച് പഠിച്ച് വന്ന 100 കണക്കിന് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പിന്നെ എന്താ ഡോക്ടർ എഞ്ചിനീയർമാരും വക്കീൽമാരും ഒക്കെ ഉണ്ട്. അവരോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റ് പറയാണ്. അവരോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങളെങ്കിലും ഒന്ന് ശ്രമിച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കുക. അദ്ദേഹം മരിച്ചുപോയില്ലേ? എത്ര കോടി രൂപ ചിലവാക്കി, എത്ര രൂപ സ്വന്തം ജീവിച്ചില്ല, നല്ല ഭക്ഷണം കഴിച്ചില്ല, നല്ല രീതിയിൽ ശ്രമിച്ചില്ല, മുന്നോട്ട് പോയില്ല. അങ്ങനെ നസീർ നിരാശനായി അവസാനം മരിക്കുകയായിരുന്നു. 37 വർഷം കഴിഞ്ഞു. 37ാമത്തെ ആണ്ട് 37 വർഷമാണ്. ജന്മദിനമല്ലല്ലോ, അത് 37. ജന്മദിനാണ് 35, ജന്മദിനാണെങ്കിൽ 36 വർഷമാവുള്ളൂ. 37 ജന്മദിനം വാർഷികം തന്നെയാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കോൺഗ്രസ്സുകാരെ, കമ്മ്യൂണിസ്റ്റുകാരിൽ പറയേണ്ട കോൺഗ്രസ്സിലാണ് അവസാനം വന്നത്. നിങ്ങൾക്ക് ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധിച്ചു? അതേ ജാതിയൊന്നും മുസ്ലിം എന്ന് പറയാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ജീവിത പുള്ളി പോയത്. മുസ്ലിം ഐഡൻറ്റി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിം എന്ന് ട്രീസ എന്നൊക്കെ പേര് മോൾക്കിട്ട് ഇതൊക്കെ അങ്ങനെയുള്ള ആളൊന്നുമില്ല. വിശ്വാസം ഉണ്ടായത് പള്ളി പോയെങ്കിലും. എന്നിട്ട് പോലും പ്രേം നസീർ എന്ന പേര് ആയതുകൊണ്ട്, അബ്ദുൽ ഖാദർ പേരായതുകൊണ്ട് കോൺഗ്രസ് അവോയ്ഡ് ചെയ്തെന്നാണ് പറയണത്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്നതാണ്, ഞാൻ പറഞ്ഞല്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അറിയണ്ടേ, അല്ലെങ്കിൽ തെറ്റിദ്ധാര വരും, അതേ പറയുന്നത്. അപ്പം അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം. ജാതീത കുത്തി പറയണം എല്ലാ രീതിയിലും. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മറ്റേ മാറാട് സംഭവം പറയണ്ട അല്ലെങ്കിൽ ഗുജറാത്ത് പറയുന്നു എന്തുകൊണ്ട് മാറാട് പറയണ്ടെന്ന് പറഞ്ഞു. മാറാട് എന്താ സത്യം? എന്താ അതിൽ ആരെങ്കിലും അറിയണ്ടോ? സത്യം പതിക്കണ്ടോ? 8-9 അരയന്മാരെ വെട്ടിക്കൊന്നു, അതാണ് പുറത്ത്. അത് 100% തെറ്റാണ്, ഒരു സംശയമാക്കത്തില്ല. പക്ഷെ അതിനു മുമ്പുള്ള സംഭവത്താണ് വാസ്തവം. അവിടെ 2 പേര് അക്രമത്തിൽ മരിച്ചു. അവരൊക്കെ കബറടക്കാൻ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അബൂബക്കർ ആൾ വീരനാണ്. അയാളാണ് കബറ് താഴ്ത്തി കൊല ചെയ്ത് മറവിട്ട് അവിടെ വെച്ച് അയാളായിട്ട് മൂടിയതാണ് ഈ സംഘപരിവാർ ടീം അല്ലെങ്കിൽ എതിർ ടീം. അപ്പം അതും കൂടി പറയണ്ടേ. 2ാം മാരുടെ 1ാം മാരുടെ പറയുന്നില്ല. എന്താണ് ഇങ്ങനെ അവഗണിച്ച് പോകുന്നത്? അങ്ങനെ ഒരു വർഗത്തെ ഇല്ലാതെയാക്കിയിട്ട് ഒരു രാജ്യത്ത് അങ്ങനെ പോകാൻ പറ്റും? അത് 3-1 ജനസംഖ്യയിൽ ഒരു വർഗത്തെ നശിപ്പിച്ച് വംശനാശനത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പം പറയുന്നതനുസരിച്ച് ഇവിടെ ലീഗുകാരൊന്നും കോൺഗ്രസ്സുകാരൊന്നും പറ്റില്ല. പറയുന്നതനുസരിച്ച് ഇപ്പോൾ എൻ്റെ വീട് പോലും പിന്നെ സംഘപരിവാരപ്പെട്ട ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് അവർ കൂടെ നിർത്തിയത്. എവിടെ എത്തി കാര്യം? അത്ര ആഴത്തിൽ മോശമായിട്ട് കേരളത്തിൽ പോലും വന്നെങ്കിൽ പിന്നെ മറ്റു ഇന്ത്യയിലെ കാര്യം പറയണോ? അതിനെതിരെ ചൊടിക്കാനോ വിരലനക്കാനോ ഒരാളിനും ഉണ്ടാവില്ല. പണ്ട് ഹിറ്റ്ലർ ചെയ്തതുപോലെ തന്നെ സംഭവിക്കാം. അത്ര അപകടത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ മനുഷ്യ സഹജമായ സ്നേഹം ഉണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ ശാശ്വതമായൊരു പരിഹാരം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ജനലക്ഷ്യങ്ങൾ മണ്ണോട് മണ്ണടി ആശത്താതെ. അത് ഭയപ്പെടുത്തല്ല, അത് രഹസ്യമായ അണ്ടർഗ്രൗണ്ടിൽ എല്ലാവർക്കും നടക്കണം. എല്ലാവർക്കും ഒരു നീതി ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. നിരപരാധികൾ ജനങ്ങളെ കൊല്ല എന്ന് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത്, ആരും ആക്രമിക്കുക തന്നെയാണ് നമ്മൾ പറഞ്ഞത്. മനസ്സുകൊണ്ട് പോലും ഒരാൾ ഉപദ്രവം നമുക്ക് മോശം ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ പോകുന്ന പോളിസിയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അവിടെ ദൈവം മനുഷ്യനെ സ്നേഹിച്ച് ആരായാലും അവർ കുറ്റപ്പെടുത്താതെയും ആക്രമിക്കാതെയും ഒരാൾ പോലും കൊല്ലാതെ നിങ്ങൾ സമാധാനമായിട്ട് മുന്നോട്ട് പോകുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ പടുബുദ്ധ നിലയിൽ ഞങ്ങൾ പാടി എത്ര ദിവസം ഇനി പഴയ നമ്മളുണ്ടാവും. വളരെ കുറച്ച് കാലം നമ്മൾ ഭൂമുഖത്തുണ്ടാവുള്ളൂ. അപ്പോൾ മനുഷ്യനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.